പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ യോഹന്നാൻ്റെ വിശുദ്ധ സുവിശേഷം 8-ാം അധ്യായം 21 മുതൽ 30 വരെ. അക്കാലത്ത് യേശു ഫരിസേയരോട് അരുളിച്ചെയ്തു. യേശു വീണ്ടും അവരോട് പറഞ്ഞു, ഞാൻ പോകുന്നു. നിങ്ങൾ എന്നെ അന്വേഷിക്കും, എന്നാൽ നിങ്ങളുടെ പാപത്തിൽ നിങ്ങൾ മരിക്കും. ഞാൻ പോകുന്നിടത്തേക്ക് വരാൻ നിങ്ങൾക്ക് കഴിയുകയില്ല. അപ്പോൾ യഹൂദർ പറഞ്ഞു, ഞാൻ പോകുന്നിടത്തേക്ക് വരാൻ നിങ്ങൾക്ക് കഴിയുകയില്ല എന്ന് അവൻ പറയുന്നല്ലോ. അവൻ ആത്മഹത്യ ചെയ്തേക്കുമോ? അവൻ പറഞ്ഞു, നിങ്ങൾ താഴെ നിന്നുള്ളവരാണ്, ഞാൻ മുകളിൽ നിന്നുള്ളവനും. നിങ്ങൾ ഈ ലോകത്തിൻ്റെതാണ്, ഞാൻ ഈ ലോകത്തിൻ്റെതല്ല. നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. എന്തെന്നാൽ ഞാൻ തന്നെ എന്ന് വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും. അപ്പോൾ അവർ ചോദിച്ചു, നീ ആരാണ്? യേശു പറഞ്ഞു, ആരംഭം മുതലേ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നത് തന്നെ. എനിക്ക് നിങ്ങളെക്കുറിച്ച് പലതും പറയാനും വിധിക്കാനുമുണ്ട്. എന്നെ അയച്ചവൻ സത്യവാനാണ്. അവിടുത്തെ അധരത്തിൽ നിന്ന് കേട്ടത് ഞാൻ ലോകത്തോട് പറയുന്നു. പിതാവിനെക്കുറിച്ചാണ് അവൻ തങ്ങളോട് സംസാരിച്ചതെന്ന് അവർ മനസ്സിലാക്കിയില്ല. അതുകൊണ്ട് യേശു പറഞ്ഞു, നിങ്ങൾ മനുഷ്യപുത്രനെ ഉയർത്തിക്കഴിയുമ്പോൾ ഞാൻ തന്നെയെന്നും ഞാൻ സ്വമേധയാ ഒന്നും പ്രവർത്തിക്കുന്നില്ല. പ്രത്യുത എൻ്റെ പിതാവ് എന്നെ പഠിപ്പിച്ചതുപോലെ ഇക്കാര്യങ്ങൾ ഞാൻ സംസാരിക്കുന്നുവെന്നും നിങ്ങൾ മനസ്സിലാക്കും. എന്നെ അയച്ചവൻ എന്നോട് കൂടെയുണ്ട്. അവിടുന്ന് എന്നെ തനിയെ വിട്ടിരിക്കുകയില്ല. കാരണം ഞാൻ എപ്പോഴും അവിടുത്തേക്ക് ഇഷ്ടമുള്ളത് പ്രവർത്തിക്കുന്നു. ഇത് പറഞ്ഞപ്പോൾ വളരെ പേർ അവനിൽ വിശ്വസിച്ചു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ദിവ്യകാരുണ്യനാഥനായ ഈശോയിൽ പ്രിയപ്പെട്ടവരെ, സ്തുതിയായിരിക്കട്ടെ. തപസ് കാലത്തിലെ 5-ാം വാരത്തിലെ തിങ്കളാഴ്ച, ഏപ്രിൽ മാസം 7-ാം തീയതി ഈ രാത്രിയിൽ ഈശോനാഥൻ തൻ്റെ കുരിശിൻ്റെ വഴിയിലേക്ക് നമ്മളെ ക്ഷണിക്കുമ്പോൾ ഈശോയുടെ കൂടെ ഈ രാത്രി നിദ്രയിലാകുമ്പോൾ ഈശോനാഥൻ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഞാനാണ് യാഹ്വേ, ഐ ആം ഹു ഐ ആം. ഈശോയെ തിരിച്ചറിയാനായിട്ടുള്ള കൃപ. നമ്മുടെ ജീവിതത്തിൽ എന്ത് നാം അഭിമുഖീകരിക്കുന്നുവോ, എന്ത് എൻ്റെ ഈ ജീവിതത്തിന് ആവശ്യമുണ്ടോ, അതെല്ലാം ഈശോയിലുണ്ട്. ആ ഈശോയെ അറിയുന്നവന് ആ ഈശോയിൽ നിന്ന് എല്ലാം സ്വീകരിക്കാനാകും. ഒന്നിൻ്റെയും കുറവ് നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ സാധിക്കുകയില്ല. ഒരു ഷോപ്പിംഗ് മോളിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ ഷോപ്പിംഗ് മോളിൽ എന്തും ലഭിക്കും, എന്തിനേയും അന്വേഷിക്കാം. സൗന്ദര്യത്തിന് വേണോ, മനസ്സിന് വേണോ, ആത്മാവിന് വേണോ, എൻ്റെ ഹൃദയത്തിൻ്റെ ഓരോ അവസ്ഥകളിലേക്ക് വേണോ, ഓരോ അറകളിലേക്ക് വേണോ, എൻ്റെ ശരീരത്തിൻ്റെ ഓരോ രക്തത്തുള്ളികളിലേക്ക് വേണോ, അസ്ഥിബന്ധങ്ങളിലേക്ക് വേണോ, ഞരമ്പുകളിലേക്ക് വേണോ, എന്തു തന്നെയും ഈ ഈശോയിലുണ്ട്. എൻ്റെ കുടുംബത്തിന് ആവശ്യമുള്ളത്, എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടുമുട്ടുന്ന ഓരോ സാഹചര്യങ്ങളിലും, കടന്നു പോകുന്ന ഓരോ ജീവിത മേഖലകളിലും എനിക്ക് വേണ്ടതെല്ലാം ഈശോയിൽ കിട്ടും. ഞാനാണ്. അവനിലേക്ക് ചേർന്ന് നിൽക്കുമ്പോൾ, ഈ കുരിശിൻ്റെ വഴിയിലേക്ക് പോകുമ്പോൾ നമ്മളൊക്കെ പ്രാർത്ഥിക്കാറുണ്ട്, കർത്താവേ, അങ്ങയെ ഞങ്ങൾ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അവിടുത്തെ ഉയർപ്പ്, അവിടുത്തെ കുരിശിലെ ഉയർപ്പ്, അവിടുത്തെ ജീവനിലേക്കുള്ള മഹത്വത്തിലേക്കുള്ള ഉയർപ്പ്,
അത് ഞങ്ങൾക്ക് പ്രത്യാശ നൽകുന്നതും ഞങ്ങളുടെ എല്ലാ ജീവിതത്തെയും ഉയർത്തുന്നതാണെന്ന് തിരിച്ചറിയുന്നു. ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ എന്ന്. നമ്മുടെ മുറിവുകളിലേക്ക് ഈശോയുടെ മുറിവുകളാക്കുവാൻ, തിരുമുറിവുകളാക്കുവാൻ, നമ്മുടെ ഹൃദയത്തിൻ്റെയും കുടുംബത്തിൻ്റെയും ജീവിതത്തിൻ്റെയും ഒക്കെ ഏത് മേഖലകളിലേക്കും ഈശോ കടന്നു വരുവാനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. 28-ാം വചനം തന്നെ ഇങ്ങനെയല്ലേ: ഉയർത്തപ്പെടുമ്പോൾ, നിങ്ങൾ എന്നെ ഉയർത്തപ്പെടുമ്പോൾ, കുരിശിൽ ആ ഉദ്ധാനത്തിൽ ഉയർത്തപ്പെടുന്ന ഈശോയെ കാണുമ്പോൾ നാം തിരിച്ചറിയും സത്യമെന്താണെന്ന്. ഇതിലേക്കുള്ള യാത്രയാണ്. ഈ രാത്രിയിൽ നമുക്ക് ശാന്തമായി ഉറങ്ങാം. എൻ്റെ ജീവിതത്തിന് എന്നെ അലട്ടുന്ന ഏത് മേഖലയിലേക്കും, ഞാൻ കടന്നു പോകുന്ന ഏത് വഴിയിലേക്കും ഈ ഈശോ എനിക്ക് പരിഹാരം കരുതിയിട്ടുണ്ട്. ഈ ഇരുട്ടിനപ്പുറം ഒരു പ്രകാശം ആ ഈശോ നമ്മളിൽ കാത്തിരിവച്ചിരിക്കുന്നു. ഒരു പുതിയ പുലരി, ഒരു പുതിയ ഉദ്ധാനം, മഹത്വം നമുക്കെല്ലാവർക്കും വച്ചിരിക്കുന്നു എന്നുള്ള തിരിച്ചറിവോടുകൂടി നമുക്ക് ശാന്തമായി ഉറങ്ങാം. പരമപരിശുദ്ധ ദിവ്യകാരുണ്യനാഥനായ ഈശോയെ, ഞാനും എൻ്റെ കുടുംബവും ഈ ലോകം മുഴുവനും അനുഗ്രഹത്തിനായി അങ്ങയുടെ മുമ്പിൽ മുട്ടുകുത്തുന്നു, ശിരസ് നമിക്കുന്നു. ഞങ്ങളുടെ എല്ലാ അവസ്ഥകളിലേക്കും അവിടുന്ന് ഉത്തരമായി, ആശ്വാസമായി, പ്രകാശമായി, ജീവനായി, വിടുതലായി, സൗഖ്യമായി, ശാന്തിയായി, സമാധാനമായി കടന്നു വരണമേ എന്ന പ്രാർത്ഥനയോടെ പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സങ്കീർത്തനം 31:5. കർത്താവേ, അങ്ങേ കരങ്ങളിൽ എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും എല്ലാ നിയോഗങ്ങളെയും ആത്മാവിനെയും സമർപ്പിക്കുന്നു. അനുഗ്രഹിക്കണമേ, രക്ഷിക്കണമേ. പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ. ആഴി തന്നഗാധത്തേക്കാൾ അനന്തമാം കാരുണ്യമേ. പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയിൽ സ്നേഹമുള്ളവരെ, നല്ലൊരു രാത്രിയും പുതിയൊരു സുന്ദരമായ അനുഗ്രഹത്തിൻ്റെ പുലരിയും നിങ്ങൾക്കെല്ലാവർക്കും ആശംസിക്കുന്നു. ദൈവം നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ.